ആളുകളുടെ ഒരു വിൽ പവറിൻ്റെ ഒരു ഒരു പേരാണത്. അല്ലാതെ ഒരു കേവലമായ ഒരു സംഘടനയുടെ പേരല്ല, ഒരു വിൽ പവറാണത്. ആ വിൽ പവറിൽ നിന്ന് പുറകോട്ട് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അത് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു സമയം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇത്രയധികം ഇതിനെ മർദ്ദിച്ചൊതുക്കാൻ ശ്രമിക്കുക, ഇത്രയധികം പിള്ളേരെ അടിക്കുക, അവരെ ഏറ്റവും അധികം മർദ്ദനത്തിനിരയാവുന്നൊരു സമയം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ശേഷവും ഈ പിന്നെ സമരത്തിന് വീര്യം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരിക്കലും അങ്ങനെ പാതി വഴിയിലിട്ടിട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സമരമേ അല്ല എന്നുള്ളതാണ്. ഒറ്റ പോയിന്റ് ലക്ഷ്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, പലപ്പോഴും കർഷക സമരം നടന്നിട്ടുള്ള ആ കാർഷിക ബില്ല് പിൻവലിക്കുക എന്നൊരു സാധനത്തിലാണ്. അത് കൂടാതെയും ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ആ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ട് കർഷകരോട് പോകാൻ പറഞ്ഞിട്ട് അവർ പോയോ? ഇല്ല. ഫൈനലി ആ ബില്ല് പിൻവലിക്കുന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാരിന് എത്തേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമാണ്. ഒരു തരത്തിലും അത് ഒഴിവാക്കാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ കരുതുന്നേയില്ല. അങ്ങനെ ഒഴിവാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു സമരം കൊണ്ട് ഒരു ഫലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആ വൺ പോയിന്റ്, കാരണം ഇതിനകത്ത് സംസാരിക്കുന്ന അഭിജിത്ത് ദിബ്കെ മുതൽ താഴേക്കടയിലുള്ള ഒരു കുട്ടി വരെ അതിനകത്ത് കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ അവർ ഈ സമരത്തെക്കുറിച്ച് വളരെ പൊതുവായ എന്തെങ്കിലും ഒരു സംഗതിയല്ല. നീറ്റ് ഇതിൽപ്പെട്ട അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അവർ പറയുന്നത്. ഇത് ഡെമോക്രസി നിലനിൽക്കാൻ വേണ്ടിയുള്ള സമരമാണെന്നാണ്. ഡെമോക്രസി എവിടെ? അതാണ് അവരുടെ ചോദ്യം. അത് വളരെ ബേസിക്കായിട്ട് ആ ആശയം വന്നു കഴിഞ്ഞു. ആ സമരമുഖത്ത് ഈ ജനാധിപത്യം അല്ല ഇവിടെ ഉള്ളത് എന്നൊരു ആശയം വളരെ ശക്തമായി കഴിഞ്ഞു. അതിപ്പോൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അവരുടെ പ്ലക്കാർഡുകളിൽ കാണാം, അവരുടെ മുദ്രാവാക്യങ്ങളിൽ കാണാം, അവർ പാടുന്ന പാട്ടുകളിൽ കാണാം, അവരുടെ സംസാരത്തിൽ കാണാം. എല്ലായിടത്തും ഈ ജനാധിപത്യപരമല്ലാതെ ഇത് ഡീൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചയും വലിയ ശക്തമായ പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ ഒരു കാരണവശാൽ ഇത് ആ ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ അവർ കാണുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞത്. അക്കൗണ്ടബിലിറ്റി മീൻസ് ധർമ്മേന്ദ്ര പ്രധാന്റെ അക്കൗണ്ടബിലിറ്റിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നാണ്. ഇത്രയധികം 10-20 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ട് ആ കുടുംബത്തെ മുഴുവൻ ഇത്രയധികം ഒരു ദുരിതാവസ്ഥയിലാക്കിയിട്ട് ആ മനുഷ്യൻ എങ്ങനെ ഈ അധികാരത്തിൽ തുടരാൻ കഴിയുന്നു? മനുഷ്യത്വം എന്ന് പറയുന്നതല്ലേ മനുഷ്യർക്ക്? അങ്ങനെ ഉണ്ടാവില്ല. ഇത്രയധികം രാജ്യത്തെ ഒരു യുവതലമുറ മുഴുവൻ വന്ന് അവിടെ ഇങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ രാജ്യം മുഴുവൻ ഇതിങ്ങനെ വ്യാപിച്ചു നിൽക്കുമ്പോൾ ഒരാൾക്ക് സ്വന്തം നിലക്ക് ഒരു പശ്ചാത്താപമോ ഒരു സംഗതിയോ തോന്നുന്നില്ല. അല്ലെ, എന്ത് തരത്തിലുള്ള പൊളിറ്റീഷ്യനാണ് അയാൾ? അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആളുടെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് പിന്നെ രാജിവെക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊന്നുമില്ല. പുറത്താക്കണമെന്നാണ് ഇന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടത്. അല്ലേ, പുറത്താക്കണം, അവരെ പിടിച്ചിരിക്കുന്നുണ്ട്, ഇയാളെ പുറത്താക്കുക എന്നുള്ള ബാനർ ആണ് ഇന്ന് ഡിസ്മിസ് പ്രധാൻ എന്നുള്ള നിലയിലേക്ക് അവർ പോയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന ഈ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക, ജനാധിപത്യത്തിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം എന്നുള്ളത് ഉത്തരവാദിത്ത ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏൽക്കൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ മാത്രമേ ഇനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലാതെ ഒരു മാർഗം ഇനി അതിനകത്ത് അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് സംഭവിക്കാതെ ആ സമരം അവസാനിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇന്ന് ഞാൻ കണ്ടു, രാജ്ദീപ് ഒരു കുട്ടിയോട് സംസാരിക്കുന്നു. നിങ്ങൾ ഏതുവരെ പോകും? ഇത് രാജിവെക്കുന്നില്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നില്ല എന്നതാണെങ്കിൽ നിങ്ങൾ ഏതുവരെ പോകും? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ പോകും എന്നാണ്. അല്ലാതെ ഒരു ഉത്തരം ഇല്ല സൈഫ് അതിന്. അതാണ്. അപ്പോൾ ആ ഏറ്റവും വലിയൊരു നമ്മൾ ഇതുപോലെ കൺവിക്ഷൻ ഉള്ള ഒരു സമരത്തെ സമീപകാലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. കൺവിക്ഷൻ ഓൺ വാട്ട് മെറിറ്റ്, അതാണ് അത് നമ്മൾ കാണണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരവരുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. അവരുടെ ആ മുഴുവൻ ഭാവിയുടെ ഓരോരുത്തരും ഇന്ന് ഞാൻ വായിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് വെച്ചാൽ 2 സ്ഥലത്ത് 2 വാനുകളാണ് നിൽക്കുന്നത് ഈ സമരത്തിൻ്റെ 2 ഭാഗത്തായിട്ട്. ഈ വാനുകളിൽ നിന്ന് ഇവരെ നിരീക്ഷിക്കാനും ഇവരെ റെക്കോർഡ് ചെയ്യാനും ഇവരുടെ ഇവരുടെ പോലീസ് റെക്കോർഡ്സുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട്, ഡാറ്റാബേസുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള വളരെ അത്യാധുനികമായൊരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതുപോലും അവർക്ക് അറിയാം. അവർ മാസ്ക് ചെയ്തിട്ടൊക്കെയാണ് പലരും അപ്പിയർ ചെയ്യുന്നത്. അത്ര പോലും ഇതിനെ റിസ്ക് എടുത്തുകൊണ്ടാണ് അവർ ഈ സമരത്തിൽ നിൽക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ മറ്റൊരു ഫുൾ സ്റ്റോപ്പ് ഈ സമരത്തിനില്ല.